നമസ്കാരം. കേരള രാഷ്ട്രീയത്തെ നടുക്കിയ ടി.പി. ചന്ദ്രശേഖരൻ വധക്കേസിൽ സുപ്രീം കോടതിയിലെ കേസ് നടത്തിപ്പിൽ നിർണായക മാറ്റങ്ങൾ വരുത്തിക്കൊണ്ട് CPM-നെ പ്രതിരോധത്തിലാക്കിയിരിക്കുകയാണ് പുതിയ സർക്കാർ. സുപ്രീം കോടതിയിൽ കേസുകളിൽ ഹാജരായിരുന്ന മുതിർന്ന അഭിഭാഷകനും CPM സഹയാത്രികനുമായ അഡ്വക്കേറ്റ് PV ദിനേശിനെ മാറ്റാനാണ് തീരുമാനം. മുൻ സോളിസിറ്റർ ജനറൽ രഞ്ജിത് കുമാർ, പ്രമുഖ ക്രിമിനൽ അഭിഭാഷകൻ സിദ്ധാർത്ഥ് ലൂത്ര എന്നിവരിൽ ഒരാളെ കേസിൽ സർക്കാരിന് വേണ്ടി ഹാജരാക്കാനാണ് നീക്കം നടക്കുന്നത്. ഇത് സംബന്ധിച്ച നിർണായക തീരുമാനം സർക്കാർ കൈക്കൊണ്ടിട്ടുമുണ്ട്. ഇതാണ് ജനാധിപത്യം കൊണ്ടുള്ള ഗുണമെന്ന് ജനങ്ങൾ ഒന്നടങ്കം പറയുന്ന അവസ്ഥ. മുൻ പിണറായി വിജയൻ സർക്കാരിന്റെ കാലത്ത് ടി.പി. വധക്കേസിലെ പ്രതികളുടെ അഭിഭാഷകരും സംസ്ഥാന സർക്കാരിന്റെ അഭിഭാഷകരും തമ്മിൽ പരസ്യമായി ഒത്തുകളിക്കുന്നുവെന്ന് RMPI നേതാവും MLA-യുമായ KK രമ കടുത്ത ആരോപണങ്ങൾ ഉന്നയിച്ചിരുന്നു. സർക്കാരിന്റെ കേസ് നടത്തിപ്പിലെ വീഴ്ചകൾ പ്രതികൾക്ക് സഹായകരമാകുന്നു എന്ന വിമർശനവും ശക്തമായിരുന്നു. എതിരാളികളെ വെട്ടിക്കൊല്ലുക, അതിനുശേഷം പ്രതികളെ ഏതറ്റം വരെയും പോയും സംരക്ഷിക്കുവാൻ ജനങ്ങളുടെ നികുതി പണവും ഖജനാവിലെ കാശുമെടുത്ത് വക്കീലിനെ വെക്കുക എന്നതായിരുന്നു CPM-ന്റെ ശൈലി. എന്നാൽ അധികാരം മാറിയ പശ്ചാത്തലത്തിൽ അത്തരം വീഴ്ചകൾക്കൊന്നും ഇട നൽകാത്ത നീക്കത്തിനാണ് VD സതീശൻ സർക്കാർ ഒരുങ്ങുന്നത്. സർക്കാർ അധികാരത്തിൽ വന്നതിന് പിന്നാലെ സുപ്രീം കോടതിയിൽ പ്രമുഖ ക്രിമിനൽ അഭിഭാഷകരെ കേസ് ഏൽപ്പിക്കണമെന്ന ആവശ്യവുമായി KK രമ സർക്കാരിനെ സമീപിച്ചിരുന്നു. കേസ് അട്ടിമറിക്കപ്പെടാതിരിക്കാനും കൊലയാളികൾക്ക് അർഹമായ ശിക്ഷ ഉറപ്പാക്കാനും സുപ്രീം കോടതിയിൽ ശക്തമായ നിയമ പോരാട്ടം അനിവാര്യമാണെന്ന് രമ ചൂണ്ടിക്കാട്ടി. ഈ സാഹചര്യത്തിലാണ് അഭിഭാഷക മാറ്റത്തിന് സർക്കാർ ഔദ്യോഗിക നടപടികൾ ആരംഭിച്ചത്. കേസിൽ പുതിയ അഭിഭാഷകനെ തീരുമാനിക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അഡ്വക്കേറ്റ് ജനറൽ രാജു ബാബു കൈകാര്യം ചെയ്യുമെന്ന് സർക്കാരുമായി അടുത്ത വൃത്തങ്ങൾ വ്യക്തമാക്കി. പ്രമുഖ അഭിഭാഷകരുടെ പാനൽ പരിശോധിച്ചു വരികയാണെന്നും അടിയന്തരമായി തന്നെ പുതിയ നിയമനം ഉണ്ടാകുമെന്നും റിപ്പോർട്ടുകളുണ്ട്. കേസിലെ നിർണായക വഴിത്തിരിവുകൾക്കിടയിൽ ജീവപര്യന്തം ശിക്ഷ അനുഭവിക്കുന്ന കൊടിസുനി ഉൾപ്പെടെയുള്ള 7 പ്രതികളുടെ ജാമ്യാപേക്ഷ പരിഗണിക്കുന്നത് സുപ്രീം കോടതി 3 ആഴ്ചത്തേക്ക് മാറ്റി. ജസ്റ്റിസ് സതീഷ് ചന്ദ്ര ശർമ്മ അധ്യക്ഷനായ ബെഞ്ചാണ് ഹർജി പരിഗണിക്കുന്നത് നീട്ടിവെച്ചത്. തങ്ങൾ 13 വർഷത്തിലധികമായി ജയിലിൽ കഴിയുകയാണെന്നും അതിനാൽ ജാമ്യം അനുവദിക്കണമെന്നും ആവശ്യപ്പെട്ടാണ് പ്രതികൾ ഹർജിയുമായി സുപ്രീം കോടതിയെ സമീപിക്കുന്നത്. ഹർജി വേഗത്തിൽ കേൾക്കണമെന്നും പ്രതിഭാഗം ആവശ്യപ്പെട്ടു. എന്നാൽ ജാമ്യാപേക്ഷയിൽ കൃത്യമായ മറുപടി നൽകാൻ കൂടുതൽ സമയം വേണമെന്ന് KK രമ കോടതിയിൽ ശക്തമായി ആവശ്യപ്പെടുകയായിരുന്നു. രമയുടെ ആവശ്യം അംഗീകരിച്ച കോടതി പ്രതികളുടെ ജാമ്യാപേക്ഷയിൽ 2 ആഴ്ചയ്ക്കുള്ളിൽ മറുപടി നൽകാൻ നിർദ്ദേശവും നൽകി. പ്രതികൾക്ക് വേണ്ടി G പ്രകാശും രമയ്ക്ക് വേണ്ടി A കാർത്തികും ഹാജരായപ്പോൾ സംസ്ഥാന സർക്കാരിന് വേണ്ടി സ്റ്റാൻഡിംഗ് കൗൺസിൽ സുൽഫിക്കർ അലി PS ആണ് കോടതിയിൽ ഹാജരായത്. 2012 മെയ് 4 രാത്രി വടകര വള്ളിക്കാട് വെച്ച് RMP നേതാവ് ടി.പി. ചന്ദ്രശേഖരനെ 51 വെട്ടുകൾ വെട്ടിയാണ് കൊട്ടേഷൻ സംഘം കൊലപ്പെടുത്തിയത്. വിചാരണ കോടതി വിധിക്ക് ശേഷം ഹൈക്കോടതി അപ്പീൽ പരിഗണിച്ചപ്പോൾ വിചാരണ കോടതി വെറുതെ വിട്ട പ്രതികളെ കൂടി കുറ്റക്കാരായി കണ്ടെത്തുകയും ശിക്ഷ വർദ്ധിപ്പിക്കുകയും ചെയ്തിരുന്നു. ജയിലിൽ കഴിയുമ്പോഴും ഫോൺ ഉപയോഗം, അടിക്കടിയുള്ള പരോൾ, കൊട്ടേഷൻ പ്രവർത്തനങ്ങളിലെ പങ്കാളിത്തം എന്നിവയുമായി ബന്ധപ്പെട്ട് കൊടിസുനി അടക്കമുള്ളവർ വാർത്തകളിൽ ഇടം പിടിച്ചിരുന്നു. ഇത്തരമൊരു സാഹചര്യത്തിൽ പ്രതികൾക്ക് ജാമ്യം കിട്ടിയാൽ സാക്ഷികളെ സ്വാധീനിക്കാനും ക്രമസമാധാന പ്രശ്നങ്ങൾ സൃഷ്ടിക്കാനും സാധ്യതയുണ്ടെന്നാണ് രമയും സർക്കാരും കോടതിയെ ഇപ്പോൾ അറിയിക്കാൻ ഒരുങ്ങുന്നത്. എന്നാൽ ഇതുകൊണ്ടൊന്നും കാര്യങ്ങൾ അവസാനിക്കുന്നില്ല. ടി.പി. കേസിൽ കൊലപാതകം നടപ്പാക്കിയ കൊലപാതക തൊഴിലാളികളെ മാത്രമേ ഇതുവരെ ശിക്ഷിച്ചിട്ടുള്ളൂ. ഇതിന് പിന്നിൽ ഗൂഢാലോചന നടത്തിയ യഥാർത്ഥ ഉന്നത നേതാക്കളും പ്രതികളും ഇപ്പോഴും വലയ്ക്ക് പുറത്ത് സ്വതന്ത്രരായി വിലസുകയാണ്. അതുകൊണ്ട് VD സതീശൻ സർക്കാർ ഇനി ചെയ്യാൻ പോകുന്നത് പിണറായിയുടെ കാലത്ത് പൂഴ്ത്തിവെച്ച ഓരോരോ കേസുകളും കുത്തിപ്പൊക്കി കൊണ്ടുവരിക എന്നതാണ്. ഈ കേസിൽ പുനരന്വേഷണം നടത്തി യഥാർത്ഥ ഗൂഢാലോചനക്കാരെ പിടിയിലാക്കുക തന്നെ വേണം. CPM-ന്റെ യഥാർത്ഥ കഷ്ടകാലം ഇനി ആരംഭിക്കാൻ പോവുകയാണ് എന്നതിൽ യാതൊരുവിധ സംശയവുമില്ല.